ആദ്യത്തെ 10 ദിവസം രാജാവിനെപ്പോലെ, പിന്നത്തെ 10 ദിവസം സാധാരണക്കാരനെപ്പോലെ, പിന്നത്തെ 10 ദിവസം പിച്ചക്കാരനെപ്പോലെ. ഇത് എന്നെക്കുറിച്ചാണ്, എന്നെക്കുറിച്ച് മാത്രമാണ് പറയുന്നതെന്ന് നിങ്ങളിൽ പലരും ചിന്തിച്ചേക്കാം. ഇതിന് കാരണങ്ങളും പരിഹാരങ്ങളുമുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഒരു ദിവസമാണിന്ന്. നമ്മളിൽ മിക്കവർക്കും ശമ്പളം ലഭിക്കുന്ന ദിവസം വളരെ സന്തോഷമുള്ളതായിരിക്കും. എന്നാൽ മാസം പകുതിയാകുമ്പോഴേക്കും പണം എവിടേക്കാണ് പോയതെന്ന് അറിയാതെ നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്. പലപ്പോഴും ഇതിന് കാരണം നമ്മുടെ വരുമാനം കുറവായതുകൊണ്ടല്ല, മറിച്ച് പണം കൈകാര്യം ചെയ്യുന്നതിലെ അശാസ്ത്രീയമായ രീതി കൊണ്ടാണ്. എന്തുകൊണ്ടാണ് പണം നമ്മളറിയാതെ ചെലവായി പോകുന്നത്? ഇതിന് ലീക്കി ബക്കറ്റ് പ്രതിഭാസവുമായി താരതമ്യം ചെയ്യാം. പ്രധാനമായും 3 വഴികളിലൂടെയാണ് നമ്മുടെ പണം അറിയാതെ നഷ്ടപ്പെടുന്നത്. സൗകര്യത്തിനായുള്ള അനാവശ്യ ചെലവുകൾ. ചെറിയ സൗകര്യങ്ങൾക്കായി നമ്മൾ ദിവസവും ചെലവഴിക്കുന്ന പണം മാസം അവസാനത്തിൽ വലിയൊരു തുകയായി മാറും. ഉദാഹരണത്തിന്, സാധാരണ ഓട്ടോറിക്ഷയ്ക്ക് പകരം എപ്പോഴും ഓൺലൈൻ ടാക്സികളെ ആശ്രയിക്കുക, വീട്ടിലുണ്ടാക്കാവുന്ന ഭക്ഷണത്തിന് പകരം സ്ഥിരമായി പുറത്തുനിന്ന് ഓർഡർ ചെയ്യുക എന്നിവയെല്ലാം ഇതിൽപ്പെടും. സാമൂഹിക സമ്മർദ്ദം. മറ്റുള്ളവരെന്തു വിചാരിക്കുമെന്ന് കരുതി നാം ചെയ്യുന്ന ചെലവുകളാണിത്. സഹപ്രവർത്തകർക്കൊപ്പം വിലകൂടിയ ഹോട്ടലുകളിൽ പോകുക, വിലകൂടിയ സമ്മാനങ്ങൾ വാങ്ങി നൽകുക, പുതിയ ട്രെൻഡിനനുസരിച്ച് വസ്ത്രങ്ങൾ വാങ്ങുക എന്നിവയെല്ലാം നമ്മുടെ ബജറ്റിനെ താളം തെറ്റിക്കും. ഇമോഷണൽ സ്പെൻഡിംഗ്. സന്തോഷം, സങ്കടം, മടുപ്പ് എന്നിവ മാറ്റാൻ വേണ്ടി പലരും ഓൺലൈൻ ഷോപ്പിങ്ങിനെ ആശ്രയിക്കാറുണ്ട്. ഇങ്ങനെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതും പെട്ടെന്നുണ്ടായ തോന്നലിൽ ജോയിൻ ചെയ്ത് ഉപയോഗിക്കാത്ത ജിം, നെറ്റ്ഫ്ലിക്സ് പോലുള്ള സബ്സ്ക്രിപ്ഷനുകൾ പുതുക്കുന്നതും വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കും. ഇങ്ങനെ നമ്മുടെ ശമ്പളം അമിതമായി ചെലവഴിച്ചു പോകുന്നത് തടയാൻ പരിഹാരമാർഗങ്ങളില്ലേ? ഉണ്ട്, തീർച്ചയായുമുണ്ട്. അതാണ് ഇനി പറയാൻ പോകുന്നത്. അമിതമായ അല്ലെങ്കിൽ ഒരാൾക്ക് അയാളുടെ വരുമാനത്തിൽ താങ്ങാനാകാത്ത ചെലവുകളെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒഴിവാക്കാൻ പറ്റും. പക്ഷേ ഒഴിവാക്കാനാവാത്ത വലിയ ചിലവുകൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. അതാണ് ഹോസ്പിറ്റൽ എമർജൻസി. ഇപ്പോൾ ഒരു പനി വന്നു നിങ്ങളുടെ കുടുംബത്തിലെ ആർക്കെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകേണ്ടി വന്നാൽ 10,000 പോവും. ഒരു മാസത്തെ നമ്മുടെ ബജറ്റ് താളം തെറ്റിക്കാൻ അത് മതി. ഇനി അതുമല്ല, ആർക്കെങ്കിലും ഹൃദ്രോഗങ്ങളോ കിഡ്നി രോഗങ്ങളോ അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങളോ പിടിപെട്ടാൽ വർഷങ്ങളായി ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചത് ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് ഹോസ്പിറ്റൽ ചിലവുകൾ കൂടി വരുന്നത്. എന്നാൽ നമ്മൾ മാസം വരുമാനത്തിൽ നിന്ന് 400-500 പോലുള്ള നിസ്സാര തുക മാറ്റിവെച്ചാൽ പരിഹരിക്കാവുന്നതേയുള്ളൂ ഇത്. ആ തുകയിൽ ആരംഭിക്കുന്ന ധാരാളം ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. അതിലൊരെണ്ണം എടുത്ത് വായിച്ചാൽ മതി. പക്ഷെ നിങ്ങളുടെ കുടുംബത്തിന് ഏത് കമ്പനിയുടെ പ്ലാനാണ് യോജിക്കുന്നത്, എത്ര കവറേജ് വേണം, ഇതൊക്കെ നോക്കി താരതമ്യം ചെയ്തെടുക്കണം. അതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഞാൻ കൊടുക്കുന്നുണ്ട്. അവിടെ പോയാൽ 1 കോടി വരെ കവറേജുള്ള പ്ലാനുകൾ എടുക്കാം. മാത്രമല്ല, ഇപ്പോഴെടുക്കുകയാണെങ്കിൽ 25% വരെയൊക്കെ ഡിസ്കൗണ്ടുമുണ്ട്. പിന്നെ ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിന്റെ GST ഇല്ലാതാക്കിയതുകൊണ്ട് പണ്ട് 10 ലക്ഷത്തിന്റെ കവറേജിന് കൊടുത്തിരുന്ന പൈസ കൊണ്ട് ഇപ്പോൾ 15-20 ലക്ഷത്തിന്റെ കവറേജ് എടുക്കാം. ഈ കാര്യം ഒരാളും പിന്നത്തേക്ക് മാറ്റിവെക്കരുത്. ഇനി നിങ്ങൾക്ക് ക്ലെയിമിന്റെ എന്തെങ്കിലും ആവശ്യം വന്നാൽ സഹായത്തിനായി അവർ തന്നെ ഒരു ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജർ അടക്കമുള്ള ടീമിനെ അവർ ഏർപ്പാടാക്കി തരാറുണ്ട്. അവർ തന്നെ ക്ലെയിം സപ്പോർട്ട് എല്ലാം 30 മിനിറ്റിനുള്ളിൽ നൽകൂ. അപ്പോൾ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് പറ്റാവുന്ന തുകയ്ക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എന്തായാലും എടുത്തുവെക്കണം. അല്ലെങ്കിൽ നിങ്ങൾ വർഷങ്ങളായി സമ്പാദിച്ചു വെച്ചത് ഒറ്റയടിക്ക് പോവും. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ നിങ്ങളുടെ സമ്പാദ്യവും വരുമാനവും സുരക്ഷിതമായിരിക്കാൻ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്തായാലും എടുക്കണം. ഇനി ചിലപ്പോൾ നിങ്ങൾ ഒരാളുടെ വരുമാനം കൊണ്ടായിരിക്കും കുടുംബം ജീവിക്കുന്നത്. ഇപ്പം നിങ്ങൾക്കെന്തെങ്കിലും സംഭവിച്ചാൽ മനുഷ്യന്റെ കാര്യമല്ലേ? അങ്ങനെ മരണമൊക്കെ സംഭവിച്ചാൽ പിന്നീട് കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി പരുങ്ങലാകും. നമുക്ക് ചിലപ്പോൾ കുടുംബത്തിന് ഭാവിയിലേക്ക് ഒരു 10-15 വർഷമൊക്കെ ജീവിക്കാനുള്ളതൊന്നും സമ്പാദിച്ചു വെച്ച് മരണപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് പോലെ തന്നെ ടേം ഇൻഷുറൻസും പ്രധാനപ്പെട്ടതാണ്. ടേം ഇൻഷുറൻസ് എടുത്തയാൾ മരണപ്പെട്ടാൽ 2 കോടി രൂപ പോലുള്ള വലിയ തുക കുടുംബത്തിന് ലഭിക്കും. അത് വെച്ച് അവർക്ക് ഭാവിയിലെ ചെലവുകൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ നടത്താൻ പറ്റും. വിവിധ കമ്പനികൾ ഇന്ത്യയിൽ ടേം പ്ലാനുകൾ നൽകുന്നുണ്ട്. അവയിൽ നിന്ന് നിങ്ങൾക്ക് യോജിക്കുന്ന ബെസ്റ്റ് ടേം പ്ലാൻ കണ്ടെത്താനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട്. അവിടെ മാസം 400-500 രൂപ പ്രീമിയത്തിൽ തുടങ്ങുന്ന പ്ലാനുകളുണ്ട്. ഇനി ക്യാൻസർ പോലുള്ള ഗുരുതര രോഗങ്ങളോ അല്ലെങ്കിൽ അപകടത്തിൽ അംഗവൈകല്യമോ ഒക്കെ സംഭവിച്ചാൽ കവറേജ് കിട്ടുന്ന രീതിയിൽ ബേസ് പോളിസിയുടെ കൂടെ അഡീഷണലായി റൈഡേഴ്സ് കൂടെ എടുക്കാം. പലരും ചിന്തിക്കുന്നത്, ഞാൻ 20-30 വർഷമൊക്കെ ടേം ഇൻഷുറൻസ് പ്രീമിയം അടച്ചിട്ട് എനിക്ക് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ അത്രയും പൈസ പോയില്ലേ എന്നാണ്. പക്ഷേ ഇത് നമ്മളൊരു സുരക്ഷയ്ക്കും നമ്മുടെ സമാധാനത്തിനും വേണ്ടി എടുത്തു വെക്കുന്നതാണ്. ഇനി ടേം കാലാവധി കഴിഞ്ഞ് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ അടച്ച പ്രീമിയം റീഫണ്ട് ചെയ്യുന്ന തരത്തിലുള്ള പ്ലാനും വേണമെങ്കിൽ എടുക്കാം. അങ്ങനെയുള്ള പലതരം പ്ലാൻസ് നോക്കി 15% വരെ ഡിസ്കൗണ്ടിൽ ടേം ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്കാണ് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഉള്ളത്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. ഇത് കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷയുടെ കാര്യമാണ്.
അതിലേക്ക് ചെറിയ പണം മാറ്റിവെക്കുന്നതിൽ മടി കാണിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾ സമ്പാദിക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ സുരക്ഷിതമാക്കാനും നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാനും ഒരു ഹെൽത്തും ടേം ഇൻഷുറൻസും തീർച്ചയായിട്ടും എടുത്തു വെക്കുക. ഇനി എങ്ങനെയാണ് നമ്മൾ നമുക്ക് കിട്ടുന്ന വരുമാനം ശരിയായി കൈകാര്യം ചെയ്യേണ്ടത് എന്ന് നോക്കാം. അതിനൊരു പരിഹാരമാണ് 4 ബാങ്ക് അക്കൗണ്ട് സിസ്റ്റം. അതായത് പണം ബുദ്ധിപരമായി കൈകാര്യം ചെയ്യാൻ 4 വ്യത്യസ്ത ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്ന ഒരു രീതി പരീക്ഷിക്കാവുന്നതാണ്. അക്കൗണ്ട് 1 പ്രധാന അക്കൗണ്ട്, സാലറി അക്കൗണ്ട്. നമ്മുടെ ശമ്പളം വരുന്നത് ഈ അക്കൗണ്ടിലേക്കായിരിക്കണം. ഇവിടെ നിന്നാണ് മറ്റ് അക്കൗണ്ടുകളിലേക്ക് പണം വിതരണം ചെയ്യേണ്ടത്. അക്കൗണ്ട് 2 സുരക്ഷാ അക്കൗണ്ട്. ഈ അക്കൗണ്ടിലെ പണം 2 ആവശ്യങ്ങൾക്കാണ്. ഒരു ഭാഗം ഏകദേശം 60% അപ്രതീക്ഷിത ആവശ്യങ്ങൾക്കായി, അതായത് ഒരു എമർജൻസി ഫണ്ടായി സൂക്ഷിക്കണം. മറുഭാഗം 40% നമ്മുടെ ലക്ഷ്യങ്ങൾക്കായി, ഉദാഹരണത്തിന് ഒരു വിനോദയാത്ര, പുതിയ ഫോൺ, വീടിന്റെ ഡൗൺ പേയ്മെന്റ് മാറ്റിവെക്കണം. അക്കൗണ്ട് 3 നിക്ഷേപ അക്കൗണ്ട്. എല്ലാ മാസവും നിക്ഷേപങ്ങൾ SIP മറ്റു നിക്ഷേപങ്ങൾ ഓട്ടോമാറ്റിക്കായി ഈ അക്കൗണ്ടിൽ നിന്ന് പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്യണം. ദൈനംദിന ആവശ്യങ്ങൾക്കായി ഈ അക്കൗണ്ടിലെ പണം ഉപയോഗിക്കരുത്. അക്കൗണ്ട് 4 ദൈനംദിന ചെലവുകൾക്കുള്ള അക്കൗണ്ട്. എല്ലാ മാസ ബില്ലുകളും, വൈദ്യുതി, ഇന്റർനെറ്റ്, മൊബൈൽ, UPI ഇടപാടുകൾ, മറ്റ് ദൈനംദിന ചെലവുകൾ എന്നിവ ഈ അക്കൗണ്ടിൽ നിന്നായിരിക്കണം. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ബിൽ പൂർണ്ണമായും അടയ്ക്കാൻ ഈ അക്കൗണ്ട് ഉപയോഗിക്കാം. ഈ സിസ്റ്റം എങ്ങനെ പ്രാവർത്തികമാക്കാം? മാസത്തിന്റെ തുടക്കത്തിൽ ശമ്പളം വന്ന ഉടനെ തന്നെ നിക്ഷേപത്തിനും അക്കൗണ്ട് 2-ലും 3-ലും, മാസത്തെ ചെലവുകൾക്കുള്ള അക്കൗണ്ട് 4-ലും പണം കൃത്യമായി ട്രാൻസ്ഫർ ചെയ്യുക. അതിനുശേഷം മാസമധ്യത്തോടെ എല്ലാ ബില്ലുകളും അടച്ചു തീർക്കുക. മാസാന്ത്യത്തിൽ ഈ മാസത്തെ ചെലവുകൾ വിലയിരുത്തുകയും അടുത്ത മാസത്തേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും ചെയ്യാം. സ്ഥിര വരുമാനമില്ലാത്തവർക്കും ഈ രീതി അല്പം മാറ്റങ്ങളോടെ ഉപയോഗിക്കാം. അവർക്കായി ഒരു ബഫർ ഫണ്ട് ഉണ്ടാക്കുന്നത് നല്ലതാണ്. വരുമാനം കൂടുതലുള്ള മാസങ്ങളിൽ അധികമായി ലഭിക്കുന്ന പണം ഈ ബഫർ ഫണ്ടിലേക്ക് മാറ്റുക. വരുമാനം കുറയുന്ന മാസങ്ങളിൽ ചിലവുകൾക്കായി ഈ ഫണ്ടിൽ നിന്ന് പണം ഉപയോഗിക്കാം. ഇത്തരമൊരു ചിട്ടയായ സംവിധാനം പിന്തുടരുന്നതിലൂടെ സാമ്പത്തിക സമ്മർദ്ദം കുറയ്ക്കാനും അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാനും നമ്മുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൃത്യമായി നേടിയെടുക്കാനും ദീർഘകാലാടിസ്ഥാനത്തിൽ മികച്ച സമ്പത്ത് കെട്ടിപ്പടുക്കാനും സാധിക്കും. പക്ഷേ ഇതെല്ലാം ചെയ്യുന്നതിനു മുൻപ് നിങ്ങളുടെ സമ്പാദ്യത്തിന്റെയും കുടുംബത്തിന്റെയും സുരക്ഷ ഉറപ്പുവരുത്തുക. അതിന് തീർച്ചയായും നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും എന്തായാലും എടുത്തുവെക്കണം. GST ഒഴിവാക്കിയതോടൊപ്പം 25% വരെ ഡിസ്കൗണ്ടിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി നിങ്ങൾക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് സ്വന്തമാക്കാവുന്നതാണ്. കൂടാതെ ടേം ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ 15% വരെ ഡിസ്കൗണ്ടിലും ആ ലിങ്കിൽ പോയാൽ എടുക്കാം. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. ഇത് മറ്റേത് ഇൻവെസ്റ്റ്മെന്റ്സും തുടങ്ങുന്നതിനു മുൻപ് നിങ്ങളുടെ സമ്പാദ്യം സുരക്ഷിതമാണെന്നും കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയും ദൃഢമാണെന്നും ഉറപ്പാക്കിയിട്ട് വേണം മുന്നോട്ടു പോകാൻ. അപ്പോൾ വരുമാനം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനും ജീവിതത്തിൽ മുന്നേറാനും ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്യണം. മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം.